കണ്ണൂരിലെ പാനൂരിൽ CPIMകാരുടെ കയ്യിലിരുന്ന് പൊട്ടിയ ബോംബുകൾ ആരെ കൊല്ലാൻ ഉണ്ടാക്കിയതാണ്. സമാധാന ജീവിതം നയിക്കുന്ന ആ ജില്ലയെ അക്രമഭരിതമാക്കാൻ ആസൂത്രണം ചെയ്യുന്നത് ആരൊക്കെയാണ്? CPIMന് നേതൃത്വം തള്ളിപ്പറഞ്ഞാലും ഈ പാപക്കറയിൽ നിന്ന് എത്ര ഒഴിയാൻ കഴിയും പൂർണ്ണമായും CPMന്? ഈ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് രാത്രി നമ്മോടൊപ്പം ഈ ചർച്ചയിലുള്ളത് PS സഞ്ജീവ് CPIMൽ നിന്ന്, നിജേഷ് അരവിന്ദ് കോൺഗ്രസ് നേതാവ്, ജോർജ് ജോസഫ് റിട്ടയർഡ് SP എന്നിവരാണ്. ആദ്യം സഞ്ജീവ്, ഈ ബോംബുകൾ ആരുണ്ടാക്കി, ആരുടെ കയ്യിലിരുന്ന് പൊട്ടി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്ക്? സ്വാഭാവികമായിട്ടും നിങ്ങളിവിടെ ചർച്ച നടത്തുന്നതാണ് എന്ന് കരുതിയാണ് ഞാൻ വന്നത്. പക്ഷേ നിങ്ങൾ തുടക്കം തന്നെ CPMന്റെ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പൊട്ടി എന്നാണ് നിങ്ങൾ പറഞ്ഞത്. CPMന്റെ ഏത് ബ്രാഞ്ചിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്? ഏത് ഘടകത്തിലാണ്, ഏത് ഘട്ടത്തിലാണ് ഇവർ CPM മെമ്പർഷിപ്പിൽ ഉണ്ടായിരുന്നത്? CPMുമായിട്ട് ഇവർക്ക് എന്താണ് ബന്ധം? അങ്ങക്ക് അറിയുന്നതുകൊണ്ടായിരിക്കുമല്ലോ വസ്തുതാപരമായി അങ്ങ് ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ആദ്യം തന്നെ അദ്ദേഹം അങ്ങ് ഇത് പറഞ്ഞത്. എന്താണ് അങ്ങേക്ക് അതിന്മേലുള്ള വസ്തുതാപരമായിട്ടുള്ള അങ്ങയുടെ കയ്യിൽ എന്തെങ്കിലും രേഖയുണ്ടോ? CPM ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ. എന്താണ് അതുമായി ബന്ധപ്പെട്ട് താങ്കൾക്കുള്ള ആധികാരികത? CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ CPMുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നിങ്ങൾ തുടക്കം തന്നെ ഇതിന്റെ ഇൻട്രൊഡക്ഷനായി പറയുന്നു, ആമുഖമായി പറയുന്നു, CPMന്റെ കയ്യിലെ രക്തക്കറ ഇത് എങ്ങനെ നിങ്ങൾ കഴുകിക്കളയും? എന്തൊക്കെ അസംബന്ധമാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? CPMുമായിട്ട് ഒരു യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ഈ പറഞ്ഞ പാനൂരിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ, പാനൂർ സ്വദേശിയാണ് ഞാൻ. സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ നാടിനെ സംബന്ധിച്ചിടത്താണ്. എനിക്കറിയാം അതിൻ്റെ വസ്തുത. അതറിയുന്നത് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ആദ്യ പോയിന്റിൽ തന്നെ എനിക്ക് ചോദ്യമുള്ളത്. എന്താണ് നിങ്ങൾക്ക് അതിന്മേലുള്ള വസ്തുതാപരമായിട്ടുള്ള അറിവ്? അവരെപ്പോഴാണ് CPMൽ പ്രവർത്തിച്ചത്? എന്താണ് അതിന്മേലുള്ള നിങ്ങളുടെ അറിവ്? നിങ്ങൾ പറയൂ. CPMന്റെ മെമ്പർഷിപ്പ് അവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം താങ്കൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്കൾക്ക് ഞാൻ പറഞ്ഞതിൽ വിയോജിപ്പ് രേഖപ്പെടുത്താം. അവാസ്തവമാണെങ്കിൽ അത് ഇവിടെ തെളിയിക്കാം. ഒരു തർക്കമില്ല. എന്റെ ചോദ്യം ഇതാണ്, അവർ CPMകാരാണ്, CPMകാരുടെ ഒപ്പം നിൽക്കുന്നവരാണ് എന്നത് എന്റെ ബോധ്യമാണ്. താങ്കൾ അതിനെ ഒപ്പം എതിർത്തോളൂ. അതിൽ അവർക്ക് CPM മെമ്പർഷിപ്പ് ഇല്ല, താങ്കൾ സ്ഥാപിച്ചോളൂ, എനിക്ക് തർക്കമില്ല. കടുത്ത വിയോജിപ്പുണ്ട്, അത് ശരി, ആ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കോളൂ. എന്റെ ചോദ്യം സ്ഥാപിച്ചോളൂ എന്ന് പറയുന്നത് നിങ്ങളാണ്. CPM പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ശരി, ഞാൻ പറഞ്ഞതിന് CPMന്റെ മെമ്പർഷിപ്പ് ഘടന പരിശോധിക്കുമ്പോൾ അവർക്ക് മെമ്പർഷിപ്പ് അതിനകത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണെന്ന് താങ്കൾക്ക് സാങ്കേതികമായി നിങ്ങൾ വാക്കുകൾ വളച്ചൊടിക്കരുത്. CPMുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. ശരി, ഞാനൊരു വാദത്തിന് സമ്മതിച്ചു. താങ്കൾ പാനൂരിലെ സ്വന്തം നാട്ടിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് സംസാരിക്കാൻ വന്നിരിക്കുന്ന ആളുകളാണ്. അവരാരാണ് സർ? അവരാരാണ്? അത് പറയൂ. അവർ CPMമാരല്ല. ഞാനൊരു വാദത്തിന് സമ്മതിച്ചു. താങ്കളുടെ നാട്ടിൽ താങ്കൾക്ക് അറിയാവുന്ന പ്രദേശത്ത് ബോംബുണ്ടാക്കി സൂക്ഷിക്കുന്ന ആളുകൾ അവരാരാണ്? അവരെന്തിന് ബോംബുണ്ടാക്കുന്നു? നിങ്ങൾക്ക് അവർ കൊട്ടേഷൻ സംഘമാണ്. CPM പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് എല്ലാവരും. CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ ഈ കേസിൽ പിടിയിലാക്കപ്പെട്ട എല്ലാവരും, ബിനീഷ്, ഷെറിൻ, ഇപ്പോ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കൃത്യമായി ഞങ്ങൾ പറയാം. CPMന്റെ നേതൃത്വം, CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ വരെ ആക്രമിച്ച, CPMകാരെ മാത്രമല്ല അവിടുത്തെ പ്രദേശത്തെ സാധാരണക്കാരെ പോലും ആക്രമിച്ച കേസിലെ കൊട്ടേഷൻ അംഗങ്ങളാണ് ഇവർ. ഒരു ഘട്ടത്തിലും CPMുമായിട്ട് ബന്ധമില്ല. പാർട്ടി എല്ലാ ഘട്ടത്തിലും തള്ളിപ്പറഞ്ഞവരാണിവർ. അത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ നിങ്ങൾ എന്തിനാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ അച്ചാരം വാങ്ങിക്കൊണ്ട് ഞങ്ങളുടെ നേരെ നീട്ടുന്നത്? പിന്നീട് പിടിയിലായിട്ടുള്ള ആളുകൾ, പ്രചരണമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റ ആശുപത്രിയിലുള്ള ആളുകൾ, കൊല്ലപ്പെട്ട ആളുകൾ, പിന്നീട് പിടിയിലായിട്ടുള്ള ആളുകൾക്ക് പാർട്ടിയുമായി വല്ല ബന്ധവുമുണ്ട്? അതെ, നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായി ബന്ധമില്ല. DYFI ഘടകങ്ങളിലോ മറ്റ് യുവജന പ്രസ്ഥാനങ്ങളിലോ മറ്റെവിടെയും അവർ പ്രവർത്തിക്കുന്നില്ല. അവർ സംഘടനാപരമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഘട്ടത്തിൽ CPMന് എന്താണ് ഈ ഘട്ടത്തിൽ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തവസ്ഥയാണ്? എന്ത് നിലയിലാണ് നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? മാധ്യമ പ്രവർത്തനത്തിന്റെ എല്ലാ സീമകളും നിങ്ങൾ ലംഘിക്കുകയല്ലേ? നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുകയല്ലേ? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടാക്കണ്ടേ? തെളിവില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? അതിന് നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾക്ക് എന്താണ് അതിന് അധികാരം? ഞാൻ പറയട്ടെ, മീഡിയ 1 നാളെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു, നിങ്ങൾ ഉത്തരം പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ഉത്തരം പറയോ? നിങ്ങളുടെ കയ്യിൽ യാതൊരു തെളിവുമില്ല. ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് കൃത്യമായി എന്റെ ബോധ്യമാണ്. ഞാൻ പാനൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഈ ചർച്ചയിലേക്ക് വരുന്നത്.
അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ എന്താണ് ആദ്യം തന്നെ മാറ്റർ ഓഫ് ഫാക്ട് ആയി പറയുന്നത്? നിങ്ങൾ അവതരിപ്പിച്ചത് എന്താ? CPM ആണ്. CPM പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് വീട് പൊട്ടി. സമഗ്രമായ അന്വേഷണം CPM-ന്റെ പാനൂർ ഏരിയ സെക്രട്ടറി ആവശ്യപ്പെട്ടു. അന്വേഷണം നടക്കട്ടെ, അങ്ങനെയല്ലേ നിങ്ങൾ പറയേണ്ടത്? അന്വേഷണം നടന്ന് അതുമായി ബന്ധപ്പെട്ട് CPM-ന് ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറ, അപ്പോൾ ഞങ്ങൾ ഇതിന് ഉത്തരം പറയാം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നതിലൊക്കെ ശുദ്ധമായിട്ടുള്ള കള്ളമാണ്. നിങ്ങൾ UDF-ന് വേണ്ടി വിടുപണി ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ പാർട്ടിക്ക് വളരെയധികം സ്വാധീനമുള്ള പാർട്ടി ഗ്രാമം എന്ന് വിളിക്കപ്പെടുന്ന ഒരിടത്ത് കൊട്ടേഷൻ സംഘങ്ങൾ ഇങ്ങനെ നിർബാധം ബോംബുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർട്ടി ഗ്രാമമൊന്നുമല്ല. നിങ്ങൾക്കറിയില്ലെങ്കിൽ പാനൂരിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തരാം. പാർട്ടി ഗ്രാമമൊന്നുമല്ല. നിഷാദ് റാവുത്തർ, നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് പാനൂരിലേക്ക്. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക 26 പേരുടെ രക്തസാക്ഷി മണ്ഡപങ്ങളാണ്. ഒരുപാട് മനുഷ്യരുടെ ജീവൻ കൊടുത്ത് RSS-നെ പ്രതിരോധിച്ച ചരിത്രമുള്ള മണ്ണാണ് പാനൂർ. അവിടെ പാർട്ടി ഗ്രാമങ്ങളില്ല. സാധാരണക്കാർ, അവിടുത്തെ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ സമരം ചെയ്ത് അവിടുത്തെ RSS-നെ നേരിട്ട് RSS നാഗ്പൂരിൽ നിന്ന് തീരുമാനിച്ചു വന്ന് സംഘപരിവാർ തീരുമാനിച്ചു വന്ന് അക്രമം നടത്തിയ മണ്ണാണ് പാനൂർ. ഞങ്ങളെപ്പോലുള്ളവർ എന്റെ ഈ പ്രായത്തിൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അവിടുത്തെ സാധാരണക്കാരായ ഒരുപാട് മനുഷ്യർ നമുക്ക് വേണ്ടി മരിച്ചു വീണത് കൊണ്ടാണ്. പാർട്ടി ഗ്രാമമൊന്നുമല്ല പാനൂർ. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് പക്ഷേ പാനൂരിലെ പാർട്ടി വളർന്നിട്ടുണ്ട്. അത് വളർന്നത് ഇതുപോലെ ത്യാഗം സഹിച്ചിട്ടാണ്. അത് ആ ത്യാഗത്തിന്റെ വില നിങ്ങൾ CPIM-കാരല്ല എന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ താഴെ ഘടകം വരെ ആവർത്തിച്ച് അവകാശപ്പെടുകയാണ്. അല്ല, ശ്രീ നിജേഷ് അരവിന്ദ്, നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കൊട്ടേഷൻ സംഘങ്ങളുടെ ബോംബിനെ CPM-ന്റെ തലയിൽ ചാരി വെക്കുകയാണ് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ. TP ചന്ദ്രശേഖരൻ മരണപ്പെട്ട സമയത്ത് പാർട്ടി അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം പാർട്ടിയല്ല ചെയ്തത്. പക്ഷേ അതിനുശേഷം പാർട്ടിയുടെ അദ്ദേഹത്തിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായ കുഞ്ഞനന്ദനെയും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ലോക്കൽ കമ്മിറ്റി അംഗമായ ഈ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന ഷിജാൽ വർക്ക് ചെയ്യുന്ന കോറിയുടെ ഉടമസ്ഥൻ ജ്യോതി ബാബുവിൻ്റെയും അതുപോലെ തന്നെ കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ മകൻ വിനോദൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവരൊക്കെ പാർട്ടി അന്വേഷണത്തിനകത്ത് നിരപരാധിത്വം തെളിയിക്കപ്പെട്ട ആളുകളല്ലേ? ഇപ്പോൾ വടകരയിലെ കൃഷ്ണൻ അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് CPM-ന്റെ പ്രതിനിധി അവർ ജയിലിലിട്ടത്? എന്തുകൊണ്ടാണ് അകാരണമായി CPM-ന്റെ നേതാക്കളെ, നിങ്ങളുടെ ഏരിയ കമ്മിറ്റി നേതാക്കളെ ജയിലിലിട്ടതിൻ്റെ പേരിൽ നിങ്ങളൊരു വലിയ സമരം നടത്താത്തത്? മരണപ്പെട്ട നിങ്ങളുടെ പാർട്ടിയുടെ എല്ലാമായ കുഞ്ഞനന്ദൻ്റെ ഭാര്യയോട് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞിട്ട് നിങ്ങളെന്താ ഒരു പ്രതികരണം നടത്താത്തത്? ഒരു സഖാവിൻ്റെ കുടുംബത്തെ പോലും ആക്ഷേപിക്കുന്ന ഹൈക്കോടതിക്കെതിരെ നിങ്ങളെന്താ ഒരു വലിയ പ്രക്ഷോഭം നടത്താത്തത്? ആ പ്രക്ഷോഭമാണ് ജനങ്ങൾ കാത്തു നിൽക്കുന്നത്. നിങ്ങൾ പാർട്ടി വളർന്നിട്ടുണ്ട്, ഞാൻ അതിലൊന്നും പറയുന്നില്ല. ആ പ്രക്ഷോഭം, അതുകൊണ്ട് ഏത് കേസാണ് നിഷാന്തെ CPM ഏറ്റെടുത്തിട്ടുള്ളത്? എന്തിനാണ് ഇപ്പോൾ ഈ പാനൂരിൽ ഈ പാനൂരിൽ 3 വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വൈകുന്നേരം മൻസൂർ എന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകനെ ബോംബെറിഞ്ഞു കൊന്നിരുന്നു. ആ ബോംബെറിയ വെട്ടിക്കൊല്ലുക, ഇതെത്രയോ കാലമായി CPM-ന്റെ രീതിയാണ്. അത് അതിലെ പ്രതികൾ ആരായിരുന്നു? CPM-ന്റെ പ്രതിനിധി ആരായിരുന്നു? എന്തിനായിരുന്നു നിങ്ങൾ കുന്നോത്തുപറമ്പിൽ ഇങ്ങനെ ബോംബെറിഞ്ഞു കൊന്നത്? അതിനു മുമ്പ് ഷുഹൈബിനെ കൊന്നത് ഇതേപോലെ ബോംബെറിഞ്ഞിട്ടായിരുന്നു വെട്ടിക്കൊന്നത്. ശരത് ലാലിനെയും കൃപേഷിനെയും ഒക്കെ ഇതൊക്കെ ആരാണ് ചെയ്ത്? ആകാശത്താരെ പൊട്ടിമുളച്ച് വന്നതാണോ? CPM-ന്റെ കൊലപാതകത്തിന്റെ ചരിത്രത്തിലെ വെറുതെ അങ്ങ് ഞാൻ ഏരിയ കമ്മിറ്റി ഇതൊക്കെ പാർട്ടി നിഷേധിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ ചെയ്തിട്ടുള്ളതല്ല എന്ന്. അതെ, ഇത് കോഴിക്കോട്ട് വടക പേരാമ്പ്രയിലെ CPM-ന്റെ നേതാവ് പ്രഖ്യാപിക്കും. ഞാൻ എന്നാൽ തിരിച്ചു കുറച്ച് നിങ്ങളെന്തിനാ ബേജാറാകുന്നത്? എന്റെ സഖാവെ, മരിച്ചു കിടക്കുന്ന സഖാവ് ഇന്ന് മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളങ്ങ് വെഞ്ഞാറമൂട്ടിൽ 4 ആള് രാത്രി നട്ടപ്പാതിരിക്ക് വെട്ടിക്കൊന്ന സമയത്ത് ഞങ്ങൾ വെഞ്ഞാറമൂട്ടിൽ 4 ആള് നട്ടപ്പാതിരിക്ക് വെട്ടിക്കൊന്നപ്പോ എന്തിനു കൊന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച പാർട്ടിയാണ്. മിഥിലാജിന്റെ മുഖത്ത് ഉമ്മ വെക്കാൻ മകനെവിടെ?
പത്തായക്കുന്ന് സ്ഥലത്ത് വെച്ചിട്ട് കോൺഗ്രസിന്റെ നേതാവിന്റെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടി കൈ പോയിട്ടുണ്ട്. നിങ്ങളുടെ അറിവിലുണ്ടോ? അപ്പൊ നിങ്ങൾ വലിയ പ്രത്യേകിച്ച് പാനൂർ ഏരിയയിൽ മൊയ്യാരത്ത് ശങ്കരനെ ഉൾപ്പെടുത്തവരെ കൊലപ്പെടുത്തിയ ചരിത്രമുണ്ട് നിങ്ങൾക്ക്. 5 പേരെ മനുഷ്യരെ കൊലപ്പെടുത്തിയ ചരിത്രത്തിൽ നിങ്ങൾ ഉൾപ്പെടും. കോൺഗ്രസ് അവിടെ നടത്തുന്ന ക്ലാസ് എടുക്കുന്നു ഞാൻ സംബന്ധിച്ചു. ഏത് സഖാവാണ് നിങ്ങളുടെ ഉറപ്പുകേടിനെ കുറിച്ചൊന്നും ഇങ്ങോട്ട് പറയണ്ട. നിജേഷ് അരവിന്ദ് വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണെങ്കിൽ നിജേഷ് അരവിന്ദ് മാന്യമായി സംസാരിച്ചുകൊണ്ട് പഠിക്കണം. അല്ലാതെ നിങ്ങളുടെ വ്യക്തിപരമായ അധിക്ഷേപം കേൾക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പറയാൻ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വിവരിക്കുമ്പോൾ ചർച്ച ഡൈവേർട്ട് ചെയ്ത് നിങ്ങളാണ്. ചർച്ച കുന്നോത്തുറമ്പ് വിഷയമാണ്. നിങ്ങൾ TP ചന്ദ്രശേഖരൻ തൊട്ട് കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് എനിക്കും പറയാനുണ്ട്. ആയിരക്കണക്കിന് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ചന്ദ്രശേഖരനെ കൊന്നത് നിങ്ങളുടെ നാട്ടുകാരാ. ചന്ദ്രശേഖരനെ ആര് കൊലപ്പെടുത്തി? നിങ്ങൾക്ക് തോന്നുന്ന കഥ ഇവിടെ പറയരുത്. മാധ്യമപ്രവർത്തകർ നിങ്ങൾക്ക് തോന്നുന്ന കള്ളം പറയരുത്. ഈ മീഡിയ മൺ ഉൾപ്പെടെ ചർച്ച ചെയ്തതാ. മോഹൻ മാഷ് ഉൾപ്പെടെ പ്രതികരിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ കോടതി വിധി വന്ന സമയത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് കള്ളം വിളിച്ചു പറയരുത്. വിജയ് ശരണിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാവ് TP ചന്ദ്രശേഖരൻ പദ്ധതിയിലേക്ക് വരാൻ നിജേഷ് അതിനകത്തൊരു സംഗതി ഉള്ളത് നോക്കൂ. ബോംബ് ഉണ്ടാക്കുന്നതിനിടയ്ക്ക് പൊട്ടി ആശുപത്രിയിലായി ഒരാൾ കൊല്ലപ്പെട്ടു. അവർ ഞങ്ങളെ ആക്രമിച്ച കേസിൽ പ്രതികളാണ് എന്ന് പറയുകയാണ് ഈ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി. ഇന്നിപ്പോ അതുൽ, അരുൺ, ഷബിൻലാൽ 3 പേരെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അവർ 3 പേരും CPM-കാരാണെന്ന് നാട്ടുകാർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ CPM നിഷേധിക്കുകയാണ്. ഇവർ ഞങ്ങളുടെ ആൾക്കാരല്ല എന്ന് CPM പറഞ്ഞാൽ, ഞങ്ങളുടെ മെമ്പർഷിപ്പിൽ ഇവരില്ല എന്ന് പറഞ്ഞാൽ, DYFI-ലോ SFI-ലോ ഇവരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല എന്നല്ലേ? അല്ല, ഗോഡ്സെ RSS അല്ല എന്ന് പറഞ്ഞാൽ ഈ സംഗീത് വിശ്വസിക്കോ? അല്ല, RSS-ന് മെമ്പർഷിപ്പ് ഒന്നും ഇല്ല. അതുപോലെ അല്ല DYFI-യും CPM SFI അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. അല്ല നിഷാദിനെ എനിക്ക് അറിയാലോ. അവരുടെ കാൻഡിഡേറ്റ്ഷിപ്പ് അനുഭാവികൾ കൊടി സുനി, TK രജീഷ്, കിർമാണി മനോജ്, ഷാഫി ഇവരൊക്കെ CPM-ന്റെ മെമ്പർമാരാണോ? ഷാഫി മെമ്പറാണോന്ന് അറിയില്ല. പക്ഷേ ഷാഫിയുടെ കല്യാണം നടത്തി കൊടുക്കാൻ MLA ചുമതലപ്പെടുത്തിയിരുന്നു പാർട്ടി എന്ന് കേട്ടിട്ടുണ്ട്. അല്ല, ഇവരുടെ കേസൊക്കെ പോലുള്ള ഒരാളെ അതിനകത്ത് കൊണ്ടുവരുന്നത് എന്ത് കള്ളാണ്? ഷാഫി, മിസ്റ്റർ സംഗീത, ഞാൻ ചർച്ച ചെയ്തത് ഈ കൊയിലാണ്ടിയിലാണ് ഷാഫിയുടെ ഭാര്യ. ഈ കൊയിലാണ്ടിയിലാണ് സംഷീർ വന്നത്, മറന്നു പോണ്ട. നിജേഷ്, ഞാൻ ഓർപ്പിച്ചത് സഞ്ജീവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സ്വാഭാവികമായിട്ടും അങ്ങനെ വിവാഹം നടപ്പിലാക്കാനൊന്നും എവിടെ ഏൽപ്പിച്ചില്ല. നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയത്തിൽ നിങ്ങളുടെ ആമുഖം തന്നെ പാളിപ്പോയി എന്ന് അറിഞ്ഞതുകൊണ്ട് നിങ്ങൾ വിഷയം ഞാൻ കംപ്ലീറ്റ് വിഡ്രോ അല്ലായിരുന്നു. ഞാനും താങ്കളും തമ്മിലൊരു ദീർഘനേരത്തെ തർക്കം വേണ്ട എന്നത് ഒഴിവാക്കാൻ ഞാനും താങ്കളും തമ്മിലൊരു ദീർഘനേര തർക്കത്തിന് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് പോയതാണ്. ഇവർ CPM-കാരാണ് എന്ന ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നിങ്ങൾ TP ചന്ദ്രശേഖരനെ കൊന്നിട്ട് ഞങ്ങളല്ല എന്ന് പറഞ്ഞവരാണ്. നിങ്ങൾ കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്ന കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കിയവരാണ്. നിങ്ങൾ ചന്ദ്രശേഖരനെ കൊന്നിട്ട് ഞങ്ങളല്ല, അത് കൊട്ടേഷൻ സംഘമാണ് എന്ന് പറഞ്ഞവരാണ് സഞ്ജീവ്. നിങ്ങൾ കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നിട്ട് അതിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പൊതുഖജനാവിലെ പണമെടുത്ത് മുടക്കിയവരാണ്. ആ കേസിലെ 1ഉം 2ഉം 3ഉം പ്രതികളുടെ കുടുംബാംഗങ്ങൾക്ക്, അവരുടെ ഭാര്യമാർക്ക് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിങ്ങൾ ജോലി കൊടുത്തവരാണ്. നിങ്ങൾ എല്ലാ കേസിലെയും ആദ്യം നിഷേധിക്കുകയും പിന്നീട് പ്രതികളുടെ കുടുംബത്തിനും പ്രതികൾക്കും നിയമസഹായവും സാമ്പത്തിക സഹായവും ഒക്കെ കൊടുത്തിട്ടുള്ള പാർട്ടിയാണ്. പറഞ്ഞേ മതിയാവൂ. നിഷാദ് റാവുത്തർ ന്യായീകരിച്ച CPM ന്യായീകരിച്ച കൊലപാതകത്തെ കുറിച്ച് നിഷാദ് റാവുത്തർ മറുപടി പറഞ്ഞേ മതിയാവൂ.
CPM ഏത് കൊലപാതകത്തെയാണ് ന്യായീകരിച്ചത്? നിങ്ങൾ CPM ഒരു കൊലപാതകത്തെ ന്യായീകരിക്കില്ല. CPM ഒരു കൊലപാതകത്തെ ന്യായീകരിക്കലല്ല. CPMന്റെ ന്യായീകരണം എങ്ങനെയാണ്? CPMന്റെ ന്യായീകരണം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞത് ഞാൻ പറയാം സഞ്ജീവ് നിശബ്ദനാവുമെങ്കിൽ ഞാൻ പറയാം. കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്ന കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ നിങ്ങൾ ഈ പൊതുഖജനാവിലെ പണം എടുക്കുന്നു. ആ കൊലപാതകത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നത് അതിൽ നിന്ന് മനസ്സിലാക്കണം. അതിലെ 1, 2, 3 പ്രതികളാക്കപ്പെട്ട ആളുകളുടെ ഭാര്യമാർക്ക് കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിൽ നിങ്ങൾ ജോലി കൊടുക്കുന്നു. എന്തിനാണ്? അതിലെ പ്രതികളെ നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. നിങ്ങൾ ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതിയായ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ PK കുഞ്ഞനന്ദൻ എന്ന ക്രിമിനലിനെ സംരക്ഷിച്ചു പിടിക്കുന്നു. അതാണ് ന്യായീകരണം. എവിടെ പുറത്താക്കി? PK കുഞ്ഞനന്ദൻ പ്രതിയാണെന്ന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് ഈ രാജ്യത്തെ കോടതിയാണ്. നിങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. നിങ്ങൾ പൊതിഞ്ഞു പിടിച്ച രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതികളുടെ എണ്ണം 1 ഡസനും കവിഞ്ഞു പോകും ഈ സമീപകാലത്തെ എടുത്താൽ. നിങ്ങളൊരു ചോദ്യം ചോദിച്ചോ? പുതിയ വീട്ടിൽ ബഷീർ എന്ന കേസ് നേതാവിനെ കൊലപ്പെടുത്തിയവരല്ലേ ഇത്? എത്ര പേരുണ്ട്? യൂത്ത് കോൺഗ്രസിന്റെ അതുകൊണ്ട് നിങ്ങൾ നിഷേധിച്ചു. ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. നിങ്ങൾ ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ നിങ്ങളുടെ ഉത്തരവാദിത്വം നിഷേധിച്ചവരാ. എന്നിട്ട് അതിൽ ഈ രാജ്യത്തെ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ PK കുഞ്ഞനന്ദൻ എന്ന ക്രിമിനലിനെ പൊതിഞ്ഞു പിടിച്ചവരാ നിങ്ങൾ കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്ന കേസിലെ പ്രതികളെ രക്ഷിക്കാൻ പൊതുഖജനാവിന്റെ പണം മുടക്കിയവരാ. അതിലെ 1, 2, 3 പ്രതികളാക്കപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി കൊടുത്ത് പാർട്ടിയുണ്ട് കൂടെ എന്ന സന്ദേശം കൊടുത്തവരാ. പിന്നെയുണ്ട് എമ്പാടും കേസുകൾ. നിങ്ങൾ സഹായിച്ചവരുടെ ക്രിമിനലുകളുടെ. നോക്കൂ, ഈ കേരളം ഞെട്ടി വിറങ്ങലിച്ചു പോയ ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ മുഖത്ത് വെട്ടി വീഴ്ത്തിയ ക്രിമിനലിന്റെ വീട്ടിൽ പോയി സന്തോഷത്തോടെ കല്യാണം കൂടി കൊടുത്ത ആളുകളാണ് നിങ്ങൾ നിഷേധിച്ചു എന്നതുകൊണ്ട് എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിപ്പിച്ചു എന്ന് എഴുതണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ കൃത്യമായി ഇതിനെല്ലാം മറുപടി തരാം. സംസാരിക്കാൻ സമയം തരുമെങ്കിൽ കൃത്യമായി മറുപടി തരാം. നിങ്ങൾ ജഡ്ജിയാവില്ല. അല്ല സഞ്ജീവ് ഒന്ന് പറയൂ. കൃത്യമായിട്ട് ഇതിനെ ഒരു രാഷ്ട്രീയപരമായി ഗണ്ണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി ജ്യോതിബാബുവിന് ക്രഷറില്ല. കുന്നോത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യന്റെ ഏട്ടന്റെ മോനല്ലത്. അവരൊക്കെ ക്രിമിനലുകളാണ്. കഷ്ടം. അല്ല എന്റെ സഖാവേ എന്തിനു കൊന്നു കോൺഗ്രസ്? ഒരു ബോർഡ് കൂടി വെച്ചേക്ക്. എന്നിട്ട് 1000 കോൺഗ്രസ് ഓഫീസ് തന്നെ തകർത്തേക്ക്. എന്തിനു കൊന്നു കോൺഗ്രസ്? ഒരു വലിയ ബോർഡ് വെക്ക്. എന്തൊരു സൗകര്യമാണ്. CPM-നെ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് വായി തോന്നുന്ന കോതയ്ക്ക് നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നു. അയാൾ മരിച്ചല്ലോ അല്ലേ? ഞാൻ പറയാം ജോർജ് ജോസഫ്. ഞാൻ വരാം സഞ്ജീവ്, താങ്കൾക്ക് മറുപടി പറയാൻ. ഞാൻ ഈ പാനലൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ജോർജ് ജോസഫ്, ഇപ്പോൾ കണ്ണൂരിൽ പൊട്ടിയിട്ടുള്ള ബോംബ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബോംബ്, ഇതിനൊന്നും രാഷ്ട്രീയമായ ഒരു സംരക്ഷണവും കിട്ടുന്നില്ല. കുറേ കൊട്ടേഷൻകാർ, നോക്കൂ, രാഷ്ട്രീയ കക്ഷികൾക്ക് പ്രത്യേകിച്ച് CPIM-നൊക്കെ നല്ല സ്വാധീനമുള്ള, നല്ല രാഷ്ട്രീയ ജാഗ്രതയുള്ള ഒരു സ്ഥലമാണ് അവിടെ കൊട്ടേഷൻ സംഘങ്ങൾ ബോംബുണ്ടാക്കി കൂട്ടുന്നു. അവർക്കൊരാളുടെയും സപ്പോർട്ടില്ലാതെ ബോംബുണ്ടാക്കി കൂട്ടിയേ വെക്കാൻ കഴിയും എന്ന് നമ്മൾ നിഷ്കളങ്കമായി വിശ്വസിക്കണോ? എന്തായാലും ആ ഒരു സംഭവം കേരളത്തെ കുറേ നാളായി നമ്മൾ പാനൂർ പരിസരവും ഒക്കെ വളരെ ശാന്തമായിരുന്നു. പക്ഷേ ഇപ്പം കഥ മാറി. അവിടെ വ്യാപകമായി ബോംബുണ്ടാക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. തലശ്ശേരിയും പയ്യന്നൂരും കൂത്തുപറമ്പും തില്ലങ്കേരിയും പാനൂരൊക്കെ എത്രയോ കൊലപാതകം നമ്മൾ കണ്ടു. രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായീകരിക്കുകയും ആക്രോശിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. പക്ഷേ ഈ അടുത്ത കാലത്ത് അവിടെ സ്വല്പം ശാന്തത വന്നു. പക്ഷേ ഈ ബോംബുണ്ടാക്കിയ ഒരു ഉഗ്ര സ്ഫോടനത്തോടെ അത് പൊട്ടിത്തെറിച്ച് ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാളുടെ 2 കൈയും അറ്റുപോയി, 3 പേർക്ക് പരിക്കുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറഞ്ഞാലും ശരി, ഈ ബോംബുണ്ടാക്കൽ പരിച്ഛേദം നിർത്തേണ്ടതാണ്. കാരണം എത്രയോ ജീവിതങ്ങൾ പൊലിഞ്ഞിരിക്കുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും നമുക്കറിയാം CPM-ന് ആളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, BJP-ക്കും RSS-നും നഷ്ടപ്പെട്ടു.
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ടു, കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ആൾക്കാരെ നമുക്ക് നഷ്ടമായി. പാനൂര് നമുക്ക് പത്രം എടുത്തു കഴിഞ്ഞാൽ 2014 ആ കാലഘട്ടങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിരന്തരം ബോംബെറിയുകയാണ്. പക്ഷേ അതിനവിടെ ഇന്ന് മാർക്കറ്റ് ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഉഗ്ര സ്ഫോടനത്തോടെ നമ്മൾ മനസ്സിലാകുന്നത്. നല്ല മാർക്കറ്റുണ്ട്. കാരണം അത് ആ ഉണ്ടാക്കിയവർ രണ്ടുപേരുടെ മുഖത്ത് ആണ്, ഒരാൾ മരിച്ചയാളുടെ മുഖത്തോട്ടാണ്, അയാൾ ഉണ്ടാക്കുന്ന സമയത്താണ് ആ സ്ഫോടനം ഉണ്ടായതെന്ന് കൃത്യമാണ്. മുഖത്തും നെഞ്ചുത്തുമൊക്കെ മാരക പരിക്കേറ്റിട്ട് അങ്ങനെ മരിച്ചു. മറ്റൊരാളുടെ ഉണ്ടാക്കിയ ആളുടെ 2 കൈയും അറ്റുപോയി. നമുക്ക് കേരളം മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. ഇവിടെ ആ ഏരിയയിൽ ചെണ്ടയാടെന്ന് പറയുന്ന പാർട്ടി ഗ്രാമമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ അവിടെ ആ പാർട്ടി അറിയാതെ ഒരു സാധനം ഉണ്ടാക്കാൻ കഴിയുമോ? കണ്ണൂർ പല സ്ഥലങ്ങളിലും പാർട്ടി ഗ്രാമമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പലരും എന്നോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് മറ്റു പത്രങ്ങളൊന്നും വായിക്കാൻ പറ്റുന്നേ ഇല്ല, വായിക്കാനും പറ്റുന്നില്ല സാറേ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട കാലഘട്ടം ഓരോ രാഷ്ട്രീയ പാർട്ടിയും ചിന്തിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകം മുതൽ അതിൽ നിന്ന് പിന്മാറി എല്ലാവരും അവർ ഉത്തരവാദിത്വത്തോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് പൊതുവെ ആഗ്രഹിക്കുന്ന കേരളത്തിൽ വീണ്ടും നമ്മുടെ ശാന്തത നശിക്കുന്നു എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് പോലീസ്, അവിടുത്തെ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഏതായാലും 3-4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏത് പാർട്ടിക്കാരനും ആയിക്കോട്ടെ, അത് ആ ബോംബ് ഉണ്ടാക്കാനും അതിന് ആ ഒരു വീടിൻ്റെ പണിതീരാത്ത വീടിൻ്റെ മുകളിലിരുന്ന് യഥേഷ്ടം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയെ ഉദ്ദേശിച്ചാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ബോംബ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത് മാർക്കറ്റിംഗ് ഉണ്ട്, അത് മെനക്കെട്ടിരുന്നുണ്ടാക്കുകയാണ്. അത് CPM പാർട്ടിയിൽ നിന്ന് പുറന്തള്ളിയവരാണ് അത് ഉണ്ടാക്കിയെന്ന് പറയുന്നു. പാർട്ടിക്കാർ അങ്ങനെ തന്നെയാണ് പറയുന്നത്. നേരത്തെ അവർ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ബോംബ് നമുക്ക് വിൽക്കപ്പെടുന്നുണ്ട്, അവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് ആവശ്യകത കൂടി, പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ സമയത്ത്. അത് തങ്ങളെ ഉദ്ദേശിച്ചാണ് ആ ബോംബ് ഉണ്ടാക്കിയെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടെങ്കിലും ഇത് ആർക്കും വാങ്ങാം. അവരുടെ അടുത്ത് നല്ല വില കൊടുത്ത ഈ സാധനം കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് രഹസ്യമായി ഉണ്ടാക്കി വിൽക്കപ്പെടുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പ്രത്യേക പാർട്ടിയുടെ ആൾക്കാരാണ് അതുണ്ടാക്കി അവരുടെ പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്നതിനോട് യോജിക്കുന്നില്ല. പക്ഷേ ഇത് ഉണ്ടാക്കിയൊരു സാമൂഹ്യ വിരുദ്ധരാണ്, അവർ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളിയവരാണ് എന്ന് CPM-കാർ പറയുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കിയ ആർക്ക് വേണ്ടി? അവർക്ക് സ്വയം ക്രിമിനലാണെങ്കിൽ സ്വയം അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഇത് വിറ്റ് പോയിട്ടുണ്ടോ? കുറേ സാധനങ്ങൾ അവിടെ നിന്ന് വിറ്റ് പോയിരിക്കുന്നത്. ഏതായാലും മാർക്കറ്റിലോട്ട് സാധനം വന്നിരിക്കുന്നു. അതെവിടെ പൊട്ടുമെന്ന് ഇനി നമുക്ക് അടുത്ത ദിവസം നമുക്ക് അറിയാം. ഏതായാലും ആവശ്യക്കാർ വന്ന് സാധനം കൊണ്ടുപോയി കഴിഞ്ഞെന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിതസ്ഥിതിയിൽ രാഷ്ട്രീയ പാർട്ടി ജോർജ് ജോസഫ് നോക്കൂ, കണ്ണൂരിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, സാമൂഹ്യ സാഹചര്യം, അവിടെ വലിയ കാലുഷ്യങ്ങളില്ലാത്ത കാലമാണ്. കക്ഷികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്നതും ബോംബെറിയുന്നതൊന്നും നമ്മൾ കാണുന്നില്ല. ഏറ്റവും അവസാനം മലബാറിൽ നമ്മൾ കാണുന്നത് 2019 ഒരു ബോംബെറിഞ്ഞൊരു ആളെ കൊല്ലുന്നതാണ്, അല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊല്ലുന്നതാണ്. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ കണ്ടിട്ടില്ല. പിന്നെയും എന്തിനായിരിക്കും ബോംബുകൾ ഇങ്ങനെ ഉണ്ടാക്കി കൂട്ടുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ കച്ചവട സാധ്യത താങ്കൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ എന്തിനാണ്? നമ്മൾ ഒരു പ്രശ്നവുമില്ലെന്ന് വിചാരിക്കുമ്പോഴും ആയുധങ്ങൾ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ പാർട്ടികൾ? അത് തീർച്ചയായിട്ടും അവിടെ പോലീസ് തന്നെ ഒരു 10 ഉഗ്ര സ്ഫോടനം നടക്കത്തക്ക രീതിയിലുള്ള സാധനം 10 അവിടെ നിന്ന് കണ്ടെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അത് ഉണ്ടാക്കി അത് സ്റ്റീൽ പ്ലേറ്റുകളും കുപ്പിച്ചില്ലുകളും അത് ആണികളും ഒക്കെ ഇട്ട് ഉണ്ടാക്കി മാറ്റി വെക്കുകയാണ്. അപ്പോൾ അത് അവിടുന്ന് കൊണ്ടുപോയി ഉപയോഗിക്കാനാണെങ്കിൽ അന്നേരം തന്നെ കൊണ്ടുപോയി കഴിയും. പക്ഷേ ഇത് ഉണ്ടാക്കി മാറ്റി വെക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? വിൽപ്പന തന്നെയാണ്. അത് ആരാ വാങ്ങിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തട്ടെ, അല്ലെങ്കിൽ ഈ വിറ്റുപോയ സാധനങ്ങൾ പോലീസ് കണ്ടെടുക്കട്ടെ. അതെവിടെയെങ്കിലും ഒരു സ്ഫോടനത്തിലോട്ട് വരും അത്. അതുകൊണ്ട് പോലീസ് ഇതിനകത്ത് ജാഗരൂകരായിരിക്കണം. കാരണം അടിയന്തരമായി ഇവരെത്രണ്ണം ഉണ്ടാക്കിയെന്ന് ബാക്കി പരിക്കേറ്റവർ ചോദ്യം ചെയ്യണം. അവരെത്രണ്ണം ഉണ്ടാക്കി ഇതുവരെയെന്ന് അറിയണം. ആർക്കൊക്കെയാണ് വിറ്റത്? അവർ പണത്തിന് വേണ്ടി. സാമൂഹിക വിരുദ്ധന്മാരാണ് തീർച്ചയായിട്ടും. ബോംബിന് നല്ല ഡിമാൻഡുള്ള സമയമാണ്. അത് ഈ 2-3 മാസത്തേന് നല്ല ഡിമാൻഡ് ഉണ്ടാവും. ഈ ഇലക്ഷൻ കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും തോൽവിയും ജയവും ഒക്കെ വരുമ്പം ഇത് ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിരോധിക്കുമ്പോൾ ഈ സാധനം വേണം. അതുകൊണ്ട് അവർക്കറിയാം, ഇത് ഉണ്ടാക്കുന്നവർക്കറിയാം ഇത് നന്നായിട്ട് വിറ്റുപോകുന്നു. അവർക്കൊരു സാമ്പത്തികമായി അവർക്കൊരു മെച്ചവും ഉണ്ടാവും. അതാണ് ഞാൻ കരുതുന്നത്. കാരണം പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കിയവരാണ് ഇത് ഉണ്ടാക്കിയതെങ്കിൽ
തീർച്ചയായിട്ടും ആവശ്യക്കാരുണ്ട്, നമ്മളൊന്ന് മറന്നുപോകരുത്. അത് ഇതിലേക്ക് രാഷ്ട്രീയക്കാർ ഇനി വരരുത്. കാരണം അതിന് രാഷ്ട്രീയക്കാരെ മാത്രമായിട്ട് നമ്മൾ അവസ്ഥയാണ് അമിതമായി പ്രതീക്ഷിക്കുകയാണോ? അവിടെ കൊട്ടേഷൻ സംഘം, ഇപ്പം നോക്കൂ, സഞ്ജീവ് പറയാണ് അത് കൊട്ടേഷൻ സംഘമാണ്. കൊട്ടേഷൻ സംഘങ്ങളിലോ സംസ്ഥാനത്ത് പലയിടത്തും ബോംബുണ്ടാക്കുന്നുണ്ട്, തിരുവനന്തപുരത്തും അവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് സാമൂഹ്യ വിരുദ്ധരുടെ സംഘങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ വിൽക്കാം, അവർക്ക് തന്നെ ഉപയോഗിക്കാം, ഗൂണ്ടാ സംഘങ്ങൾക്ക് ഉപയോഗിക്കാം. രാഷ്ട്രീയക്കാരെ മാത്രമായിട്ട് നമ്മൾ എപ്പോഴും ഒറ്റ നോട്ടത്തിൽ കാണണോ അതിനകത്ത്? അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ സ്ഥലമൊക്കെ അവർക്ക് സാമൂഹിക വിരുദ്ധന്മാരാണ്. അത് ചെറിയ ചെറിയ ബോംബുകൾ അവരുണ്ടാക്കിയ അവനൊരുത്തനെ അവരുടെ കൂടെ തന്നെ ഉള്ളവനെ ചിലപ്പം കൊല്ലാൻ വേണ്ടിയിട്ട് ആ ബോംബ് എറിഞ്ഞ് കൊല്ലുകയാണ്. പക്ഷേ അവരുണ്ടാക്കി ഇങ്ങനെ 10, 15, 20 എണ്ണമൊക്കെ ഉണ്ടാക്കി വെക്കുന്നില്ല. അവരുണ്ടാക്കിയ ദിവസം അല്ല അടുത്ത ദിവസം അത് എറിയുകയാണ്. അവർ ശേഖരിച്ച് വെക്കുന്നില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? ശേഖരിച്ച് വെക്കുകയാണ്. 10 എണ്ണം പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. ഉഗ്രസ്ഫോടനത്തിന് കഴിവുള്ള 10 എണ്ണം കഴിഞ്ഞു. അവരെത്ര എണ്ണം ഉണ്ടാക്കിയെന്നുണ്ടാകണം, നമ്മൾ കണ്ടെത്തണം. കാരണം അത് മാർക്ക് ചെയ്ത് പോയി. അതെവിടെ പ്രയോഗിക്കും? ഇനി കണ്ണൂർ തന്നെയാണോ, കണ്ണൂർ ജില്ലയിലാണോ, എവിടെയാണ് വരുന്നത് നമുക്ക് പറയാൻ. എങ്കിലും നോർത്തിലായിരിക്കും അത് കൂടുതൽ. കാരണം ബോംബിൻ്റെ ആവശ്യകത സൗത്തിലല്ല, ഏറ്റവും കൂടുതൽ നോർത്തിലാണ് കാണുന്നത്. കണ്ണൂരും കാസർഗോഡും കോഴിക്കോട് ജില്ലകളിലാണ് അത് ഏറ്റവും കൂടുതൽ നമ്മളിതുവരെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ അത് വിറ്റുപോകും. ഒരു ബോംബിന് എങ്ങനെയായാലും 10-30,000 രൂപ വരെ പോകുന്നതാണെന്ന് കേൾക്കുന്നത്. 10-15,000 ബോംബ് കച്ചവടത്തിനിടെ ഉണ്ടായ അത്യാഹിതം എന്ന നിലയ്ക്കാണ് ശ്രീ ജോർജ് ജോസഫ് അതിനെ മനസ്സിലാക്കുന്നത്. ഞാൻ വരാം. ശ്രീ നിജേഷ് അരവിന്ദ്, നോക്കൂ, കണ്ണൂരിൽ പ്രധാനമായും CPM-ഉം RSS-ഉം തമ്മിലുള്ള സംഘർഷങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ശ്രീ MN എന്ന് പറയുന്ന ഹിന്ദുത്വ ഐഡിയോളജിസ്റ്റിൻ്റെ മധ്യസ്ഥതയിൽ CPM-ഉം RSS-ഉം പരസ്പര ധാരണ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവരിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ധാരണയുടെ പുറത്ത് ആക്രമിക്കുന്നുമില്ല. എന്നിട്ട് പിന്നെയും CPM-ന് ബോംബ് ഉണ്ടാക്കേണ്ട കാര്യം എന്താ? അല്ല, അവിടെയാണ് നിഷാദ് പറഞ്ഞത്. പിന്നെ SP പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ വിഷയത്തിനെ ദയവ് ചെയ്ത് ലഘൂകരിച്ച് കാണരുത്. ഞങ്ങളുടെ പാർട്ടി ഇത് വാങ്ങാനോ എറിയാനോ പോകുന്ന ആളുകളല്ല. ആ തരത്തിലുള്ള ഒരു നെറേറ്റീവിനെ, ഈ വലിയ വിഷയത്തിനെ ചെറുതാക്കി കാണുന്നത്, പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി താങ്കൾ ചെയ്തതിനോട് വലിയ വിയോജിപ്പുണ്ട്. ഞാൻ ആ വിയോജിപ്പ് അവിടെ പ്രകടിപ്പിക്കുന്നു. ഇതിന് കച്ചവടമൊന്നുമല്ല, ഇത് പക്ക പാർട്ടി ഉണ്ടാക്കുന്നതാണ്. ആവശ്യത്തിന് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചു കാലമായി RSS-ഉം CPM-ഉം തമ്മിൽ ഒരു നല്ല ബാന്ധവത്തിൽ വന്നിരുന്നു. പക്ഷേ പലപ്പോഴും കൊന്നിരിക്കുന്നത് പിന്നീട് UDF കോൺഗ്രസ്സുകാർ, ലീഗുകാരെയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി വന്നു, ഒരു ഓളമുണ്ടായി, ഒരു ഇളക്കമുണ്ടായി. അപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നു. അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലേക്കാണല്ലോ പോകുന്നത്. പിന്നെ BJP CPM സംസാരിച്ച സംഗീത് പാനൂർ ഏരിയ കമ്മിറ്റിയാണ്. ഞാൻ ഒറ്റ കാര്യം മാത്രം പറയുന്നു. 92-ലാണെന്ന് തോന്നുന്നു, ഒരു KV സുധീഷ്, SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, അദ്ദേഹത്തെ വീട്ടിൽ കയറി അന്നത്തെ RSSകാർ വെട്ടിക്കൊന്നു. ആ വെട്ടിക്കൊന്ന സമയത്ത് നിത്യേന സംഘടനമായിരുന്നു. KT ജയകൃഷ്ണ ഭരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ വൺ ആയിട്ട്. ആ സമയത്തുള്ള RSSന്റെ രാഷ്ട്രീയ കൊലപാതകികൾക്ക് നേതൃത്വം കൊടുത്ത അന്നത്തെ BJPയുടെ നേതൃത്വമൊക്കെ ഇപ്പോൾ CPM-ന്റെ ഭരണ നേതൃത്വത്തിന്റെ ഭാഗമാണ്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ഒക്കെ സംരക്ഷിക്കുക. കുഞ്ഞനന്തൻ ജയിലിലേക്ക് പോയപ്പോൾ പർച്ചേസ് ചെയ്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ പർച്ചേസ് ചെയ്തത് കുഞ്ഞനന്തനെ പോലെയുള്ള ആളുകൾ ഇല്ലാതായപ്പോൾ, കുഞ്ഞനന്തനെ പോലെയുള്ള ക്രിമിനലുകൾ ഇല്ലാതായ സമയത്ത് പകരം വെക്കാൻ വേണ്ടിയിട്ടാണ്. CPM ഇത് അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. CPM ഇത് ഒരു ഘട്ടത്തിൽ പോലും CPM-ന് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഈ ഉന്മൂലന സിദ്ധാന്തം അവസാനിപ്പിക്കണം. ഞാൻ CPM-കാരോട് പറഞ്ഞു, ഇപ്പം മരിച്ചു വീഴുന്നത് നിങ്ങൾ തന്നെയാണ്. ഇപ്പം ഞാൻ കൊയിലാണ്ടിയിൽ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുക. കൊയിലാണ്ടിയിൽ ബഹളമായി, ചർച്ച പിരിഞ്ഞു. ഒറ്റ കാര്യമേ ഉള്ളൂ, കൊയിലാണ്ടിയിലെ ലോക്കൽ സെക്രട്ടറിയെ കൊന്ന വിഷയം ആരും എടുത്തിട്ടു. കൊന്നതും CPM-കാരനാണ്. കാരണം ഈ കുട്ടിയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു, വളരെ ചെറുപ്പത്തിലെ പറഞ്ഞു പഠിപ്പിച്ചെടുക്കുന്നത് തല്ലണം കൊല്ലണം. അത് കണ്ട് നമ്മൾ സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ കണ്ടു, 2-3 ദിവസം പീഡിപ്പിച്ചു കൊന്നു. കൊയിലാണ്ടിയിലെ കോളേജിൽ കണ്ടു. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളം വളരെ വളരെ പ്രയാസത്തോടു കൂടിയ കാണുന്നത്. കോളേജിൽ പഠിച്ച് എൻട്രൻസ് കിട്ടിയ കുട്ടികൾ, ആ കുട്ടികൾ തല്ലിക്കൊല്ലുന്ന ഒരു കാലഘട്ടം നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടോ? ജോർജ് ജോസഫ് സാറേ, ഇത് കച്ചവടത്തിന് പോയത് കൊണ്ടല്ല, ഇതൊരു ക്രിമിനൽ മൈൻഡാണ്, ക്രിമിനലിസമാണ്. ആര് കൊല ചെയ്യപ്പെട്ടാലും പ്രതികൾക്ക് വേണ്ടി ഹാജരാകാൻ CPM ഉണ്ട്. പ്രതികളെ ഹാജരാക്കാൻ CPM ഉണ്ട്. ഈ TP ചന്ദ്രശേഖരൻ കേസിലെ TK രജീഷ് മുതൽ ഇങ്ങോട്ടുള്ള MC അനൂപും കിർമാണി മനോജിന്റെ ഒക്കെ കേസ് വാദിച്ചതാരാ? ആകാശത്ത് ഇറങ്ങി വന്ന വക്കീലന്മാരല്ല. വിശ്വൻ എന്ന് പറഞ്ഞ വക്കീൽ CPM-ന്റെ പാർട്ടി വക്കീലല്ലേ? ഷുഹൈബ് വധക്കേസില് ആ CBI അന്വേഷണം തടസ്സപ്പെടുത്തിയതാരാ? 80 ലക്ഷം രൂപ, 1 കോടി രൂപയോളം സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് പിണറായി വിജയന്റെ ഭരണകൂടമല്ലേ?
കൃപേഷ് ശരത്ലാൽ കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് CBI അന്വേഷണം ഇല്ലാതാക്കാൻ വേണ്ടി പോയത് ഈ പിണറായി വിജയന്റെ ഭരണകൂടമല്ലേ? പീതാംബരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാര്യമാർക്ക് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ജോലി വാങ്ങിക്കൊടുത്തത് ഈ ഭരണകൂടമല്ലേ? എന്നാണ് CPM ഈ കൊലപാതകികളൊക്കെ തള്ളി പറഞ്ഞത്? സംഷീറിനെ പോലെയുള്ള ആളുകൾ വന്ന് ഷാഫിയുടെ കല്യാണം നടത്തുന്നു, ഇവർ പുറത്തിറങ്ങി മയക്കുമരുന്ന് കച്ചവടത്തിൽ പെടുന്നു, അവരെയും സംരക്ഷിക്കുന്നു, ജയിലിനകത്തുനിന്ന് കൊട്ടേഷൻ എടുക്കുന്നു. ഇതൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാ. CPM എന്ന് ഇതിൽ നിന്ന് പുറകോട്ട് പോകുന്നു, അന്ന് മാത്രമേ സമാധാനവും ശാന്തതയും ഉണ്ടാകൂ. ഒരാവശ്യവുമില്ലാതെ ബോംബ് ഉണ്ടാക്കുന്നു. CPM-ന്റെ പാർട്ടി ശക്തി കേന്ദ്രത്തിനകത്ത് CPM-ന്റെ കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിന്റെ ഏട്ടന്റെ മകനാണ് ആശുപത്രി കിടക്കുന്ന ആള്. ജ്യോതി ബാബു നടത്തുന്ന ക്രഷറിന്റെ മാനേജറിന്റെ മകനാണ് മറ്റൊരാള്. ഇതൊന്നും പാർട്ടി അറിയാതെ സംഭവിക്കുക. സ്വന്തം വീട്ടിനകത്തുള്ള ആള് പാർട്ടി ക്രിമിനലാണ്, പാർട്ടിക്ക് എതിരുള്ള സാമൂഹ്യ വിരുദ്ധനാണ് എന്ന് മരിച്ചു കിടക്കുമ്പോൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നാ പറയുന്നത്? മറ്റേതെങ്കിലും ആണെങ്കിൽ കോൺഗ്രസിന്റെ പേരേക്ക് ചാടും. ഞാൻ അതുകൊണ്ടാ നേരത്തെ വെഞ്ഞാറമൂടിലെ കൊലപാതകത്തെ പറ്റി പറഞ്ഞത്. നട്ടപ്പാതരയ്ക്ക് ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി മരിച്ച് ആ രാത്രി നെറേറ്റീവ് ഉണ്ടാക്കി കോൺഗ്രസ് ആണ്. 1000-ഓളം കോൺഗ്രസ് ഓഫീസുകളാണ് അന്ന് കേരളത്തിലുടനീളം തല്ലി തകർത്തത്. എന്തിനു കൊന്നു കോൺഗ്രസ് എന്ന് കേരളത്തിൽ ബോർഡ് വെക്കാത്ത ഒരിടവുമില്ല. അവസാനം അന്വേഷണം വന്നു, അന്വേഷണത്തിന് റിപ്പോർട്ട് വന്നപ്പോൾ സാക്ഷിയാക്കിയ CPM-കാർ മുഴുവൻ അതിനകത്ത് പ്രതികളായി. ഒരക്ഷരം മിണ്ടിയോ CPM-ന്റെ ആരെങ്കിലും? അന്ന് മുമ്പിൽ നിന്ന് അയച്ചത് പുലർച്ചെ പ്രതികളെ സ്റ്റേഷനിൽ പോയി കണ്ടത് റഹീമായിരുന്നു. ഒരക്ഷരം മിണ്ടിയോ വെഞ്ഞാറമൂടിനെ പറ്റി? നിങ്ങൾ ഉണ്ടാക്കുന്ന നെറേറ്റീവ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അബദ്ധം പറ്റി. കാരണം തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ ഇത് ചർച്ച ചെയ്യാൻ പോവുകയാണല്ലോ. സമാധാനം ആഗ്രഹിക്കുന്ന കേരള ജനത ഇതിനെതിരെ വോട്ട് ചെയ്യും. ഇത് തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ ചർച്ചയാകും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പലവട്ടം പച്ചക്കള്ളം എന്ന് ആവർത്തിക്കരുത്. പാനൂരിൽ ഒരു ചരിത്രമുണ്ട്, പാനൂരിലെ CPM-ന് ഒരു ചരിത്രമുണ്ട്. അത് നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സഞ്ജീവ്, CPM-ന്റെ കേരളത്തിലെ അക്രമ രാഷ്ട്രീയ ചരിത്രം എടുത്താൽ CPM-ന്റെ പങ്ക് വളരെ വലുതാണെന്ന് അറിയാത്തവരാരും ഈ കേരളത്തിലില്ല. നിങ്ങൾ എത്ര നിഷേധിച്ചാലും. നിങ്ങൾ തന്നെ പരസ്യമായ അക്രമ രാഷ്ട്രീയത്തിലെ പ്രതികളെ സംരക്ഷിക്കാൻ, ചേർത്തുപിടിക്കാൻ, ഭരണാധികാരം ഉപയോഗിച്ച് അവർക്ക് ആനുകൂല്യം ചെയ്തു കൊടുക്കാൻ രംഗത്ത് വന്നതിൻ്റെ കഥ ഇവിടെ മാഞ്ഞു പോകാതെ തെളിഞ്ഞു കിടപ്പുണ്ട്. ആ നിങ്ങൾ എല്ലായ്പ്പോഴും ചെയ്യുന്നത് ഒരു അനുഷ്ഠാനം പോലെ ഇത്തവണയും ഇത് ഞങ്ങളല്ല എന്ന് വിഫലമായി ആവർത്തിക്കുകയല്ലേ? പാനൂരിൻ്റെ ചരിത്രം അറിയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അത് പഠിപ്പിക്കുകയായിരുന്നു നിജേഷ് അരവിന്ദ്. പാനൂരിൻ്റെ ചരിത്രത്തിൽ നിങ്ങളറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ അതുകൂടി തുന്നിച്ചേർക്കാം. ആ ചരിത്രം എന്ന് പറയുന്നത് RSSന്റെ നാഗ്പൂർ ബൈഠക്കിൽ വെച്ച് പാനൂർ എന്ന പ്രദേശത്ത് നിങ്ങൾ ഈ പറയുന്ന ഈ സ്ഥലം ചെണ്ടയാട് എന്നല്ല സ്ഥലത്തിൻ്റെ പേര് കൈവേലിക്കൽ എന്നാണ്. കൈവേലിക്കൽ എന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഈ പറഞ്ഞതുപോലെ യാതൊരുവിധ പാർട്ടി നിലയിൽ പാർട്ടി പ്രവർത്തകർക്ക് തന്നെ മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയാത്തൊരു പ്രദേശമാണ്. ആ പ്രദേശത്ത് വെച്ച് ഈ സംഘം ബോംബുണ്ടാക്കി. ആ ബോംബുണ്ടാക്കി അവരുടെ കയ്യിൽ നിന്ന് അത് പൊട്ടിയതിനു ശേഷം അവരൊക്കെ CPM പ്രവർത്തകരാണ്. CPM ഈ ബോംബുണ്ടാക്കി ആളുകളെ കൊലപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കിയതാണെന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തെളിവില്ല. പാനൂരിൻ്റെ ചരിത്രം വെച്ച് നിങ്ങൾ വലിയ കഥ പറഞ്ഞു. എന്താണ് ആ കഥയിലെ വസ്തുത? അത് നിങ്ങളെടുത്ത് പരിശോധിക്കണം. പാനൂരിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. മൊയ്യാരത്ത് ശങ്കരൻ ആരാണ്? KPCCയുടെ പ്രസിഡന്റായിരുന്ന മനുഷ്യൻ. ആ മനുഷ്യനെ കൊലപ്പെടുത്തിയത് ആരാണ്? കോൺഗ്രസ്. പാനൂരിൽ ഇന്നിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, വള്ളിയായിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ. ആ പ്രവർത്തകന്റെ കൈയില്ല. ആ കൈ എങ്ങനെയാണ് പോയത്? അദ്ദേഹം ബോംബുണ്ടാക്കുമ്പോൾ കയ്യിൽ നിന്ന് പൊട്ടിയത്. കോൺഗ്രസിന്റെ പ്രവർത്തകൻ തന്നെയാണ് കേട്ടോ, നേതാവ് തന്നെയാണ്. നിങ്ങൾക്ക് വേണേൽ അന്വേഷിക്കാം. അത്തരത്തിലുള്ളൊരു സ്ഥിതി പാനൂരിലെ കോൺഗ്രസിനുണ്ട്. പാനൂരിലെ കോൺഗ്രസ് മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ എത്രയെത്ര കൊലപാതകങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ്. എത്രയെത്ര സ്ഥലങ്ങളിൽ, ഈ കേരളത്തിൽ തന്നെ എത്ര കൊലപാതകങ്ങളെ ന്യായീകരിച്ചു. ഇപ്പോൾ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ നിഷാദ് റാവുത്തർ പറഞ്ഞു ഒരു ഘട്ടത്തിലും CPM കൊലപാതകത്തെ ന്യായീകരിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് നിജേഷ് അരവിന്ദ് പ്രസ്ഥാനത്തോട് ഒരു ചോദ്യമെങ്കിലും ചോദിക്കാൻ കഴിയുമോ? കൊലപാതകങ്ങളെ ഒരു ഘോഷയാത്ര പോലെ ന്യായീകരിച്ചവരല്ലേ ഇവരെല്ലാം? കേരളത്തിൽ പഞ്ചായത്ത് മെമ്പർ, MLA, ജില്ലാ പഞ്ചായത്ത് തന്നെ. പക്ഷേ കൊലപാതകികളെ നിങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്. ന്യായീകരണം എന്നത് വാക്കുകൾ കൊണ്ട് മാത്രമല്ലല്ലോ. നിങ്ങൾ എമ്പാടും കൊലപാതകങ്ങളെ ന്യായീകരിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ ന്യായീകരിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ പൊസിഷൻ. കാരണം നിങ്ങൾ ആര് പറഞ്ഞു? നിങ്ങൾ TP ചന്ദ്രശേഖരൻ കേസിലെ കോടതി കുറ്റക്കാരൻ ഞാൻ പറഞ്ഞു നിങ്ങൾ പരസ്യമായി ന്യായീകരിച്ചിട്ടില്ല. പക്ഷെ ഇൻഫാക്ട് പ്രയോഗതലത്തിൽ നിങ്ങൾ എല്ലാ കൊലപാതകത്തെ ന്യായീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? പിന്നെ ന്യായീകരിക്കാന്ന് വെച്ചാൽ എന്താണ്? കുഞ്ഞനന്തനെ സംരക്ഷിക്കുക എന്ന് വെച്ചാൽ കുഞ്ഞനന്തൻ ചെയ്ത ആക്ടിനെ ന്യായീകരിക്കലാണ്. കൃപേഷിന്റെ കൊലപാതകത്തിലെ പ്രതികൾക്ക് വേണ്ടി ഖജനാവിലെ പണം ഒഴുക്കുക എന്ന് വെച്ചാൽ ആ ആക്ടിനെ ന്യായീകരിക്കലാണ്. ആ കേസിലെ പ്രതികളാക്കപ്പെട്ടവരുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി കൊടുക്കുക എന്ന് വെച്ചാൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ആ കേസിലെ പ്രതികളാക്കപ്പെട്ട ആളുകളുടെ ഭാര്യമാർക്ക് ജോലി കൊടുക്കുക എന്ന് വെച്ചാൽ
അത് ന്യായീകരിക്കലാണ്. ജോർജ് ജോസഫ് സാർ ഈ കേസിലെ കൊലയാളി സംഘത്തിൽപ്പെട്ട ആളുകൾ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് പിന്നിൽ ഈ പറയുന്ന കുഞ്ഞനന്ദൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് പാർട്ടി വാദം. പക്ഷേ ഈ നോക്കൂ, ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലെ കൊലയാളി സംഘാംഗമാണ് ഷാഫി. കൊലയാളി സംഘാംഗമാണ് ഷാഫി. ആ ഷാഫിയുടെ കല്യാണത്തിന് നിങ്ങൾ പോകാൻ പാടില്ല, നിലയെടുക്കാൻ പറ്റില്ല. കാരണം പോയില്ലെങ്കിൽ ഷാഫി പിണങ്ങും. ഷാഫിയുടെ കല്യാണത്തിന് പോയിട്ടില്ല എങ്കിൽ ഷാഫി പിണങ്ങുമെന്ന് പേടിയുള്ള പാർട്ടിയാണ് നിങ്ങൾ. ഷാഫിയുടെ കല്യാണത്തിന് പോയിട്ടില്ല എങ്കിൽ ഷാഫി പിണങ്ങുമെന്ന് പേടിയുള്ള പാർട്ടിയാണ് CPM. അതുകൊണ്ട് ന്യായീകരിച്ചിട്ടില്ല എന്ന് പറയണ്ട. നിങ്ങൾ എമ്പാടും കൊലപാതകങ്ങളെ ന്യായീകരിച്ചിട്ടുള്ളവരാണ്. ഉണ്ട്, ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. ന്യായീകരിച്ചിട്ടുണ്ട് പറയാൻ കഴിയുന്നത്. ന്യായീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതികളെ സംരക്ഷിക്കുക വഴി, എവിടെയാണ് പ്രതികളെ സംരക്ഷിക്കുക വഴി നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് TP ചന്ദ്രശേഖര കൊലപാതകത്തിൽ CPM പങ്കുണ്ടെന്ന് ഉൾപ്പെടെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ നിൽക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുകയാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. നിങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ മാസത്തിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ് 770 കിലോ സ്ഫോടക വസ്തു ഈ കണ്ണൂർ ജില്ലയിൽ വെച്ച് പിടിക്കപ്പെട്ടു. ആരുടെ വീട്ടിൽ നിന്ന്? RSSകാരന്റെ വീട്ടിൽ നിന്ന്. NIA എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെ ചോദ്യം നിങ്ങൾ അന്ന് നിങ്ങളുടെ ഔട്ട് ഓഫ് ഫോക്കസ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ 770 കിലോ മാത്രമാണോ വന്നത്? അല്ല, ഇതിലും പുറമെ മറ്റ് ഇഷ്ടം മാതിരി ഈ സ്ഫോടക വസ്തുക്കൾ വരുന്നുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായി കണ്ണൂരിൽ ഇന്ന് അങ്ങനെ ഒരു അന്തരീക്ഷമില്ല. CPM അക്രമം നടത്തുന്ന സംഘടനയാണെന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ പറയുന്നു. എന്തർത്ഥത്തിലാണ് CPM അക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിൽ എന്താണ് പാർട്ടിയുടെ പ്രഖ്യാപിതമായ നയമുണ്ട്? ഒരു ഘട്ടത്തിലും CPM എവിടെയും അക്രമവുമായി മുന്നോട്ട് പോകുന്നില്ല. പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്ന സഖാവ് അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ കൃത്യമായും വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. എന്താണത്? പാർട്ടി ഒരു ഘട്ടത്തിലും എവിടെയും ഒരു കൊലപാതകത്തിനും ഒരു അക്രമത്തിനും എവിടെയും അതുമായി ബന്ധപ്പെട്ട് അല്ലല്ല പാർട്ടിയുടെ അതല്ല നിങ്ങൾക്ക് വേണ്ടത് മാത്രമല്ലല്ലോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ എന്താ CPMന്റെ പ്രഖ്യാപിതമായിട്ടുള്ള CPM സംസ്ഥാന സമ്മേളനത്തിന്റെ തീരുമാനമാണത്. ആ തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ചോദിച്ചു വായിച്ച മരണം എന്നൊക്കെ പറഞ്ഞ് നിജേഷ് അരവിന്ദിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ടട്ടോ. കൊയിലാണ്ടിയിൽ ഇരുന്നിട്ട് പാനൂരിനെ കുറിച്ചോ കണ്ണൂർ ജില്ലയെ കുറിച്ചിട്ടൊന്നും നിങ്ങൾക്ക് അറിയാത്തത് പറഞ്ഞേക്കരുത് കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ CPMന്റെ ജില്ലാ സെക്രട്ടറിയെ പ്രതി ചേർക്കാൻ വേണ്ടി UDFന്റെ ഭരണകൂടത്തിന് വേണ്ടി ദല്ലാൽ പണിയെടുത്ത ആളുകളാണ് നിങ്ങളൊക്കെ. എന്നിട്ട് ആ കേസും നിങ്ങളുടെ കഥയും നിങ്ങളുടെ നറേഷനും ഒക്കെ പൊട്ടിപ്പോയപ്പോ പൂക്കടയുടെ കഥയൊക്കെ അങ്ങ് അന്യഗ്രഹത്തിൽ ചെന്ന പോലെ പറന്നുപോയപ്പോ നിങ്ങൾക്കിപ്പോ ഉത്തരവില്ലാതായപ്പോ കണ്ണൂരിനെ കുറിച്ചും ഇവിടെ അക്രമം നടത്തുന്ന CPM ആണെന്നുള്ള പച്ചക്കള്ളം പറയുകയാണ്. കോടതി കുറ്റവിമുക്തനാക്കിയില്ലേ? നിങ്ങൾ ചമ്മിയില്ലേന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അതേ കോടതി PK കുഞ്ഞനന്ദൻ ഇതിനകത്ത് ക്രിമിനലാണെന്ന് പറഞ്ഞപ്പോ അത് നിങ്ങൾ സമ്മതിക്കില്ല. വല്ലാത്ത വൈരുദ്ധ്യ കൗതുകം തന്നെ. ഞാനൊരു ബ്രേക്ക് എടുത്ത് വേഗം തിരിച്ചു വരാം സഞ്ജീവ്. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചു പോവാം. കുഞ്ഞനന്ദനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയില്ലേ കോടതി? ജയിലിൽ അടച്ചില്ലേ കോടതി? എന്നിട്ട് കുഞ്ഞനന്ദനെ നിങ്ങൾ എത്ര ദിവസം ജയിലിൽ കിടത്തി? ആ കുഞ്ഞനന്ദനെ TP ചന്ദ്രശേഖരന്റെ കുടുംബത്തിന് മുന്നിലൂടെ സ്വതന്ത്രരാക്കി ഒരു വർഷത്തിന്റെ ബഹുഭൂരിപക്ഷം സമയവും KK രമയുടെ മുന്നിലൂടെ സ്വതന്ത്രരാക്കി നടത്തിയില്ലേ നിങ്ങൾ കുഞ്ഞനന്ദൻ? ജോർജ് ജോസഫ്, ഇത്തരം ബോംബുണ്ടാക്കൽ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഭീകരതയുടെ കേന്ദ്രങ്ങളാണല്ലോ. അവയെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൽ, അത്തരം ക്രിമിനലുകളെ കണ്ടെത്തുന്നതിൽ പോലീസിന് കാര്യമായ വീഴ്ച പറ്റുന്നുണ്ടോ? ഇന്നിപ്പോൾ ADGP സർക്കുലർ അയച്ചിരിക്കുന്നു SP മാർക്ക് ഇതിലൊന്നും കാര്യമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന നിലയ്ക്ക്. പോലീസിന് അങ്ങനെ ഒരു ഡ്രൈവ് ഒന്നും ഇല്ലേ ഇതൊന്നും കണ്ടെത്താൻ? ഇല്ല, തീർച്ചയായിട്ടും പോലീസിന് അക്കാര്യത്തിൽ വീഴ്ച പറ്റി. കാരണം 755 കിലോ ഇപ്പം RSSകാരുടെയോ BJP എവിടെ നിന്ന് ആയിക്കോട്ടെ 755 കിലോ സ്ഫോടക വസ്തുക്കൾ അവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെത്രയോ ഇരട്ടി വന്നിരിക്കുന്നു. അപ്പോൾ അതവിടുത്തെ ക്വാറികൾ ധാരാളം ഉള്ള സ്ഥലമാണ്. ആ ക്വാറികൾക്കൊക്കെ ഇത് ആവശ്യം വരും. പക്ഷേ പോലീസ് ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ കൊല്ലപ്പെട്ട ഒരാളും പരിക്കേറ്റ ഒരാളും കൈ നഷ്ടപ്പെട്ട ആളും അങ്ങനെ 3-4 പേരുണ്ട്. അപ്പോൾ അവരുടെ ഈ സോഴ്സ് എവിടുന്നാണ് അവർ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് വാങ്ങിച്ചത്, എവിടുന്ന് കിട്ടി, എത്ര രൂപ മുടക്ക്? ഇത് നേരത്തെ പറഞ്ഞ പോലെ ഷാഫിയെ ഉന്നമിട്ട് ആണ്
ഇതൊക്കെ നിർമ്മിച്ചത് എന്നൊരു വാദഗതി അതിശക്തമായിട്ട് ഉണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാവും. പക്ഷേ ഇതിനി എവിടാണ് പൊട്ടാൻ പോകുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഉണ്ടാക്കിയ സാധനം തന്നെയാണോ. കാരണം അത് വ്യാപകമായി വിറ്റുപോയെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് പോലീസ് കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശത്ത് കൊണ്ട് ഇത് പൊട്ടരുത്, നമുക്ക് മനുഷ്യജീവൻ അപകടത്തിലോട്ട് പോകും ഇത്. കാരണം അത് ഈ ഇലക്ഷന് മുമ്പ് 26-ന് മുമ്പ് തന്നെ അത് പ്രതീക്ഷിച്ചാണ് ഞാനിരിക്കുന്നത്. കാരണം ഇത് അതിശയിച്ചു പോയി. ഇന്നലത്തെ ആ സ്ഫോടനത്തോടു കൂടി ഒരാൾ നഷ്ടപ്പെടുകയും വേറൊരാൾക്ക് കൈയും കാലും ഒക്കെ നഷ്ടപ്പെട്ടു, പല പേർക്ക് പരിക്ക് വന്നു. അപ്പം ഈ ഇലക്ഷൻ സമയത്ത് ഇത് ഉണ്ടാക്കുന്നതിന് പ്രത്യേക ഉദ്ദേശം തന്നെ ഉണ്ട്, അല്ല ഇതുണ്ടാക്കില്ല. അവരെ ചോദ്യം ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടുണ്ടാക്കി, അവരെന്തിനുണ്ടാക്കി, ഇത് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അടിയന്തരമായിട്ട് പോലീസ് ഇപ്പം ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. കാരണം ബാക്കിയുള്ള സ്ഥലത്ത് റെയ്ഡ് നടത്തണം. കാരണം ഇനി അവിടെ ഇതുപോലെ ടണ്ണ് കണക്കിന് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് അവിടെ ഉണ്ട്, അത് കണ്ടെടുക്കുകയും വേണം. പിന്നെ ഇവരോട് ചോദ്യം ചെയ്യുമ്പോൾ ആരെ ഉദ്ദേശിച്ചാണ്, ആർക്ക് കൊടുക്കാനാണ്, ഇവർ സ്വയം ഇത് ഇവരുടെ ആവശ്യത്തിനാണോ ഉണ്ടാക്കിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് വളരെയധികം ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. പോലീസ് അതിലേക്ക് യൂണിഫോം വിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇവരെ സസ്റ്റെയിൻഡ് ആയിട്ട് ക്വസ്റ്റ്യനിങ് തന്നെ വേണം. ഇതെന്ത് പർപ്പസാണ്? നേരത്തെ നമ്മുടെ യൂത്ത് കോൺഗ്രസ്സിൽ അദ്ദേഹം പറഞ്ഞ പോലെ ഷാഫിയെ ഉന്നമിട്ട് ആണെന്ന് പത്രങ്ങളിലൊക്കെ ധാരാളം വാർത്ത ഞാൻ കണ്ടു. പക്ഷെ ആരെ ഉന്നമിട്ടു, എന്തിനുണ്ടാക്കി ഇവരെ? കാരണം ഇത് പ്രത്യേക ലക്ഷ്യമുണ്ട്. വീണ്ടും നമ്മൾ പഴയ കാലത്തേക്ക്, പാനൂരിൻ്റെ പഴയ സ്വഭാവത്തേക്ക് പോകുകയാണോ എന്ന് സംശയമുണ്ട്. അത് ഈ ഇലക്ഷനോടുകൂടി തന്നെ അതിൻ്റെ തുടക്കമാകാം. അത് നമ്മൾ പിടിച്ചാൽ ഇനി നിൽക്കില്ല കാര്യങ്ങൾ. കാരണം പരസ്പരം വൈരാഗ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ മുന്നോട്ട് പോകുന്നത്. നിജേഷ്, പോലീസ് കാര്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ലേ? നോക്കൂ, അതിനുശേഷവും പോലീസ് പരിശോധന നടത്തുന്നു, കൂടുതൽ ആളുകളെ പിടിക്കുന്നു, അവർക്ക് പാർട്ടി ബന്ധമുണ്ടെന്ന് ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്നിട്ടും പോലീസ് അതിനകത്തൊരു ഒരു കാര്യമായ ഇടപെടൽ നടത്തുന്നു. SP-മാരുടെ പ്രവർത്തനത്തിലെ മികവ് കുറവിൻ്റെ പേരിൽ ADGP സർക്കുലർ അയക്കുന്നു. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ കാര്യമായി നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാവില്ലല്ലോ അല്ലേ? വരട്ടെ വന്നിട്ട് നമുക്ക് നോക്കാം. ഏതായാലും ദിവസങ്ങളുണ്ടല്ലോ. പിന്നെ ഒന്ന്, പാനൂരിൻ്റെ നവചരിത്രകാരൻ പറഞ്ഞ ചരിത്രം കേൾക്കുന്ന ആളുകൾ വിചാരിക്കും മൊയ്യാരത്ത് ശങ്കരനെ കൊന്നത് കോൺഗ്രസ് ആണെന്ന്. നിഷാദ്, 1885 ഓഗസ്റ്റ് മാസമാണ് മൊയ്യാരത്ത് ശങ്കരൻ ജനിച്ചത്. സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലും പിന്നീട് EMS AKG ഒക്കെ പോയതിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെത്തിയത്. 1948 മെയ് മാസമാണ് പോലീസാണ് അദ്ദേഹത്തെ പിടിച്ചു കൊന്നത്. കോൺഗ്രസ്സുകാരനെ കൊന്നു എന്ന് പുതിയ ചരിത്രം ഉണ്ടാക്കി പുതിയ കുട്ടികളെ പഠിപ്പിക്കരുത്. അതുകൊണ്ട് കണ്ണൂരിന്റെ ചരിത്രം എഴുതുമ്പോൾ വൃത്തിയിൽ എഴുതണം. പുതിയ ചരിത്രമൊന്നുമല്ല, കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന മൊയ്യാരത്ത് ശങ്കരന്റെ മകൻ ഉൾപ്പെടെയുള്ളവർ അതുമായി ബന്ധപ്പെട്ട് ചരിത്ര രേഖകളുണ്ട്. അറിയില്ലെങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എവിടെയാണ് മൊയ്യാരത്ത് ശങ്കരനെ അടക്കം ചെയ്തത് എന്ന് പോലും നിങ്ങൾ പുറത്തു പറഞ്ഞിട്ടില്ല. അന്ന് കോൺഗ്രസ് കൈകാര്യം ചെയ്തതാ. 48 പോലീസ് 48 കോൺഗ്രസ് കൊന്നതാ. എന്റെ സംഗീത അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ചരിത്രം എടുത്ത് പറയരുത്. നീ ഇന്നത്തെ ചരിത്രം അറിയില്ലെങ്കിൽ നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ ഒത്താശയോടുകൂടി തന്നെയാ കോൺഗ്രസ് പ്രസിഡന്റ് കോൺഗ്രസ് കൊന്നു. 885 ജനിച്ച ജനിച്ച മനുഷ്യനെ 48 കൊന്നപ്പോ അത് കോൺഗ്രസ് ആണ് എന്ന് ഇന്നലെ ബോംബ് പൊട്ടി മരിച്ചവരെ ന്യായീകരണമായി വന്ന ആ ക്യാപ്സ്യൂളൊക്കെ മടിയിൽ വെച്ചാൽ കാലൊക്കെ മാറി സംഗീതം കൊടുത്തവരാണ്. മടിയിലൊന്നും വെക്കില്ല. ഒരു പ്രയാസമില്ലാതെ സഖാവ് മരിച്ചു കിടക്കുമ്പോൾ മൊയ്യാരത്ത് ശങ്കരന്റെ കഥയായിട്ട് വന്നതല്ല നിജേഷ് അരവിന്ദ് ഇവിടെ വന്നിരിക്കുന്നത്. മാന്യമായി കോൺഗ്രസിന്റെ പ്രസിഡന്റായത് 48 പോലീസ് ക്യാമ്പിൽ വെച്ച് മരിച്ച ആളെ ചരിത്രം കോൺഗ്രസിന്റെ തലയില. ഏത് കോൺഗ്രസിന് ഏത് കോൺഗ്രസ് പണ്ടേ ഉണ്ടായ കോൺഗ്രസ് അല്ലേ? ഏത് കോൺഗ്രസിലല്ലേ നിങ്ങൾ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ ചരിത്രം എത്രയാ? 48 ഏത് സ്കൂളിൽ കോൺഗ്രസ് തല്ലിക്കൊന്നോ? കോൺഗ്രസ് തല്ലിക്കൊന്നോ? 48 ശേഷം കോൺഗ്രസ് ചരിത്രമുള്ളോ? നിങ്ങൾ വെറുതെ 1948 മൊയ്യാരത്ത് ശങ്കരൻ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതിൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം താങ്കൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? അതൊന്ന് വിശദീകരിച്ചാൽ ഈ പ്രശ്നം തീരും.
അല്ല, കോൺഗ്രസിൽ നിന്ന് അഭിപ്രായ വ്യത്യാസവുമായി പുറത്തുപോയ മൊയ്യാരത്തിനെ എത്രയോ തവണ കോൺഗ്രസ് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സെൻട്രൽ ജയിലിൽ വെച്ച് കോൺഗ്രസിന്റെ ഒത്താശയോടുകൂടിയാണ്, കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടിയാണ് അദ്ദേഹം കൊലപ്പെടുത്തത്. സെൻട്രൽ ജയിലിൽ എവിടെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തതെന്ന് പോലും പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൻ എഴുതിയ പുസ്തകം നിങ്ങളുടെ മുന്നിൽ ഞാൻ വേണേ ഹാജരാക്കാം. അദ്ദേഹത്തിന്റെ മകൻ എഴുതിയ പുസ്തകം കോൺഗ്രസ് നേതൃത്വം എന്ന് വെച്ചാൽ നോക്കൂ പാനൂരിൽ പൊട്ടിയ ബോംബിന് ഞങ്ങളുമായി എന്ത് ബന്ധം, വല്ല രേഖയുണ്ടോ എന്ന് ചോദിക്കുന്ന അതേ സഞ്ജീവ് പറയാണ് കോൺഗ്രസുകാരാണ് മൊയ്യാരത്തി ശങ്കരനെ കൊല്ലാൻ ഏർപ്പാടുണ്ടാക്കിയത് എന്നാണ്. അതിന് വേണ്ട രേഖ ക്ലാസ് എടുക്കാൻ അറിയില്ലേ, പഠിച്ചിട്ട് വരണം. ഈ കാര്യം കൃത്യമായി പറയാം. നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ മുകളിൽ ഞാൻ ഇപ്പോൾ പറയാണ്, ഇപ്പോഴും ശരി വടകരയുടെ കാര്യം പറയും. അറിയിക്കാം. കോഴിക്കോട് ജില്ലയാണെങ്കിൽ കേളുവട്ടൻ പഠന ഗവേഷണ കേന്ദ്രം, അവിടെ പോയിരുന്ന് പഠിച്ചാൽ മതി. അത് കൃത്യമായി അറിയിക്കാം, അഡ്രസ് തരാം, പോയിരുന്ന് പഠിച്ചോ. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നിന്നെ പഠിപ്പിച്ച പറഞ്ഞാൽ മതി. ഇത് പഴയ തർക്കമാണ്. പക്ഷേ പൊട്ടിയ ബോംബിന്റെ ഉത്തരവാദിത്വം CPIM-ന് പറയേണ്ടി വരുമോ എന്ന് നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരുന്നത്. എന്തായാലും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുമ്പോൾ അതിന് രാഷ്ട്രീയമായ ഉത്തരവാദിത്വം പറയേണ്ടി വരുന്നത് ആരൊക്കെയാണ് എന്നത് കൂടി വെളിപ്പെടുമായിരിക്കും. അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സഞ്ജീവ്, ഒപ്പം നിജേഷ്, ജോർജ് ജോസഫ് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്.